ഹൈക്കോടതി വിധി ലംഘിച്ച് മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് CITUവിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം T. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ നിയമവിരുദ്ധമായും അന്യായമായും പിരിച്ചുവിട്ട നടപടിക്കെതിരെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ മുക്കം സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ മറികടന്ന് ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരായ വിനോദ്, MK ജിതിൻ, MS റെജി, നിമ്യാകൃഷ്ണൻ, ദേവികൃഷ്ണ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. 2026 ഓഗസ്റ്റ് 3 ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയമായാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതെന്നും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരങ്ങൾ മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉള്ളതെന്നും ഇവർ പറയുന്നു. UDFന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായും നീതിരഹിതമായുമാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചതെന്നാണ് സമരക്കാർ പറയുന്നത്. ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായി പിരിച്ചുവിട്ട ജീവനക്കാരെ മുഴുവൻ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. CITU ഏരിയ പ്രസിഡന്റ് KT ബിനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം T. വിശ്വനാഥൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സഹകരണ, ഏറ്റവും പഴക്കം ചെന്ന ഒരു സഹകരണ ബാങ്ക് എന്ന നിലയിൽ ഇതിന്റെ അന്തസ്സ് നിലനിർത്താൻ ആവുന്നതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ തുടർച്ചയായി നഷ്ടം സംഭവിച്ച് നിക്ഷേപകർക്ക്, ഇവിടുത്തെ സഹകാരികൾക്ക് ലഭിക്കേണ്ടുന്ന നീതി നിഷേധിക്കുന്നിടത്തേക്ക് പോയപ്പോ തുടർച്ചയായി 2 കൊല്ലങ്ങളിൽ തന്നാണ്ട് ലാഭത്തിൽ വരികയും അറ്റനഷ്ടം പരിഹരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും ഇവിടുത്തെ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലുണ്ടായി. സംസ്ഥാനത്ത് ഭരണം മാറിയപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വീണ്ടും ഈ പറയുന്ന ചക്കരക്കുടത്തിൽ കൈയിട്ടിടക്കാൻ വേണ്ടി ആർത്തുപിടിച്ച് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വക്കീലന്മാരെ വലിയ തോതിൽ പണം നൽകി, ഇവിടുത്തെ പണമെടുത്തുകൊണ്ടുപോയി പണം നൽകി നിയമിച്ച് തെറ്റായ വിധി വാങ്ങാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്ന ആളുകളിൽ വീണ്ടും ചാടിവിടും. ആ ചാടിവിടുന്ന ആളുകളാണ് പുതിയ JR വന്നപ്പോൾ JR പോയിട്ട് കോൺഗ്രസിന്റെ ഷാളണിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ നാണിപ്പിക്കുന്ന നിലയിൽ ഇപ്പൊ ചുമതലയേറ്റ ജോയിന്റ് ട്രസ്റ്റാണ് പദവിയുള്ള ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. CITU ഏരിയ സെക്രട്ടറി ജോണി അടശ്ശേരി, N. ചന്ദ്രമാസ്റ്റർ, KSKTU ഏരിയ പ്രസിഡന്റ് KT ശ്രീധരൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ജാഫർ ഷെരീഫ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ചാന്ദിനി, CITU ഏരിയ കമ്മിറ്റി അംഗം CA പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രജീഷ് MK, K. ബാബു, M. സുഭാഷ്, റനിൽ രാജ്, ജലീൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.